ചെർപ്പളശ്ശേരിയിലെ മനോഹരമായ സൈറ്റിലാണ് ഞങ്ങൾ. ചെർപ്പളശ്ശേരിയിലെ അതിമനോഹരമായ ഒരു വീടിന്റെ കല്ല് വർക്കുമായി ബന്ധപ്പെട്ട്, ചെടി വർക്കുമായി ബന്ധപ്പെട്ട് വന്നതാണ് ഞങ്ങൾ. ഇതാണ് ആ വീട്. ആ പ്രതലത്തിന്റെ ഫിനിഷിംഗ് ആയിട്ടുള്ള രൂപമാണ് കേട്ടോ. ഇപ്പൊ ഇതുപോലെയാണ്. അപ്പൊ ഈ ഭാഗത്തൊക്കെ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള കല്ലാണ് നമ്മൾ വിരിച്ച്. റെക്ടാങ്കിൾ ഷേപ്പ് പറഞ്ഞാൽ 3 സ്ക്വയർ ഫീറ്റിന്റെ 40 mm ആണ്. പിന്നെ അതുപോലെ ഈ എൻട്രിയിലാണ് നമ്മൾ 2x2 50 mm വിരിച്ച്. കാരണം ഇവിടെ കുറച്ച് വെയിറ്റ് ഉള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള കല്ലുകൾ വേണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് തുടക്കം മുതലൊന്ന് കാണാം. ഇതായിരുന്നു ആ വീടിന്റെ ഫസ്റ്റത്തെ. ഈ വീട് ഇതാണ് കേട്ടോ, കംപ്ലീറ്റ് വീട് എന്ന് പറയുന്നത്. അതിന്റെ മുൻപിൽ അവർ റെന്റിന് കൊടുത്തൊരു വീടാണ്, അവരുടെ തന്നെയാണ്. രാകേഷ് എന്നാണ് ആളുടെ പേര്. അദ്ദേഹം ഒരു നേവി ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അവരുടെ വീട്. മുൻപ് നമ്മൾ മെറ്റലൊക്കെ ഇട്ട് ഇതിനേക്കാൾ കുറച്ച് കഷ്ടമായിരുന്നു അതിൻ്റെ ഈ മുറ്റൊക്കെ ലെവൽ ചെയ്യുന്നതിന് മുൻപ്. പിന്നീട് നമ്മൾ ബേബിയൊക്കെ ചെയ്ത് വാട്ടർ ലെവൽ ചെയ്തതിന് ശേഷം കല്ല് വിരിച്ചു തുടങ്ങി. കല്ല് ഞാൻ പറഞ്ഞു വീടിൻ്റെ അടുത്ത ഭാഗത്തായിട്ടാണ് നമ്മൾ 40 mm 3 സ്ക്വയർ ഫീറ്റിൻ്റെ 2 കല്ലാണ് വെച്ച്. ഇന്റർലോക്ക് ഫെൻസിങ് ആണ്, ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ഫെൻസിങ് ആണ് 2 സൈഡിലും വരുന്നത്. കാരണം അപ്പോൾ അതിനനുസരിച്ച് ഗ്യാപ്പുകൾ വിട്ടിട്ടാണ്. അതായത് ഒരു ഫെൻസിങ്ങിൽ നിന്ന് 1.5 ഫൂട്ട് നമ്മൾ ചെടികൾക്ക് വേണ്ടി വിട്ടു. ഒരു സൈഡിൽ പിന്നെ ഫെൻസിങ്ങിന് കറക്റ്റായിട്ട് കല്ല് അതിനുശേഷം കട്ട് ചെയ്യാന്ന് പറഞ്ഞു, ഫെൻസിങ് ചെയ്തതിന് ശേഷം. അപ്പോൾ അത് ഫെൻസിങ്ങറുടെ ഒരു സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മളുടെ തിരക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ കല്ല് വിരിച്ചു തീർത്തു. എന്നിട്ട് അതിനുള്ള ഗ്യാപ്പ് ഫെൻസിങ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വർക്കുകൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു രൂപത്തിൽ നമ്മൾ നിർത്തി. ഇതിൻ്റെ ബാക്കിൽ ഈ വീടിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. കാരണം ഇവിടെ ഉള്ള ഭാഗം കംപ്ലീറ്റ് അദ്ദേഹം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എൻട്രിയിൽ 2x2 പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട്, അതായത് ഗ്യാസിൻ്റെ വണ്ടികളൊക്കെ വരുമ്പോൾ റിവേഴ്സ് എടുക്കുമ്പോൾ അവിടെ കുറച്ച് നല്ല കല്ലുകൾ വേണം, സ്ട്രോങ് ഉള്ള കല്ലുകൾ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് 50 mm വെച്ചത്. 45 to 50 mm 2x2 സ്റ്റോണാണ് നമ്മൾ വിരിച്ചത്. പിന്നെ ഈ ഭാഗത്തൊരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഈ ഭാഗം വരെ നമ്മൾ ലോൺ ചെയ്യണം, അതായത് ഗ്രാസ് ഒക്കെ വെച്ച് ചെടികളൊക്കെ വെച്ച് ചെയ്യണം എന്നാണ് പറഞ്ഞ്. ഒരു പാത്ത് വേണം. അപ്പോൾ അങ്ങനെയായിരുന്നു. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഗ്രാസൊക്കെ അവിടെ ബാക്ക് സൈഡിൽ ഞാൻ പറഞ്ഞു ഗ്രാസ് വെക്കണം, ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സുകൾ വേണം, ഒരു പാത്ത് വേണം. പാത്ത് വിസിറ്റ് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മഴയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടല്ല. അപ്പോൾ പെട്ടെന്ന് പുല്ല് സെറ്റാവും. നമുക്കൊരു 15 days അങ്ങനെയൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ പുല്ല് സെറ്റാവും. പുല്ല് ക്ലിയർ ആയിട്ട് വരണമെങ്കിൽ, നല്ല ചളിയും മണ്ണൊക്കെ പാടാകുമ്പോൾ സെറ്റാവാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ക്ലിയർ ആയിട്ട് വരണമെങ്കിൽ മിനിമം ഒരു 1.5 മാസമെങ്കിലും സമയം എടുക്കുന്നുള്ളതാണ്. അപ്പോൾ കല്ല് നല്ല രൂപത്തിൽ വിരിച്ചു. എൻട്രിയിൽ ഡയമണ്ട് ഷേപ്പായിട്ട് വിരിച്ചു. ബാക്ക് സൈഡിൽ, അതായത് നമ്മുടെ എൻട്രിയിൽ 4 ഭാഗത്തും ഡയമണ്ട് ഷേപ്പ് വിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട 4 ഭാഗത്തും പുല്ല് വെക്കണം. അതുപോലെ ഇവിടെ ഈ ഭാഗത്ത് ഈ റെക്ടാങ്കിൾ ഷേപ്പ് കണ്ട ഭാഗത്ത് സിംഗിൾ ലൈന് നീളത്തിലുള്ള ഏരിയയിൽ, വീതിയിലുള്ള ഏരിയയിൽ മാത്രമാണ് നമ്മൾ പുല്ല് വിരിച്ചത്. പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് പറയുന്നത് കേട്ടോ. പിന്നെ മറ്റുള്ള ഏരിയയിലൊക്കെ നമ്മൾ ലോണാക്കി സെറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇത് കണ്ടു നോക്കും. ഇവിടെ എന്താ വെച്ചാൽ പ്രോബ്ലംസ്, ധാരാളം ചളി മണ്ണാണ് ബാക്ക് സൈഡിലുള്ളത്. അപ്പോൾ ആളുകളൊക്കെ ഈ കല്ലിലോട്ട് ചവിട്ടി വരിക, അങ്ങനെ കല്ലിൽ ചളിയാവുക, അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ ഫെൻസിങ് കഴിഞ്ഞു, ഫെൻസിങ്ങിൻ്റെ പണി കഴിഞ്ഞപ്പോൾ അതിന്ന് കല്ലിലോട്ട് വന്ന കുറച്ച് ചളികളുണ്ടായിരുന്നു. കല്ല് ഞാൻ പറഞ്ഞില്ല, ലൈറ്റ് ഗ്രേ ആൻഡ് ഡാർക്ക് ഗ്രേ ആണ് കല്ല്, മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗ്രാസൊക്കെ നമ്മൾ വിരിച്ചു. ഗ്രാസ് വിരിച്ചതിൻ്റെ ശേഷം, പേൾ ഗ്രാസ് വിരിച്ചതിൻ്റെ ശേഷം അതിനകത്ത് ഫ്രൂട്ട്സിൻ്റെ ധാരാളം പ്ലാന്റ്സുകൾ, റംബുട്ടാനും അതുപോലെ ബുഷ് ഓറഞ്ചുകളും, അതുപോലെ ചെടികളാണെങ്കിൽ കലാത്തിയ, ഹെലിക്കോണിയ, എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. ഒരുവിധം നമുക്ക് ആ ഒരു ഏരിയയിൽ, കുറഞ്ഞ ഏരിയയാണ്, അപ്പോൾ ആ ഏരിയ എത്രത്തോളം വൃത്തിയാക്കാൻ പറ്റും ആ രൂപത്തിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ചെറിയ പ്ലാന്റ്സുകൾ വേണം. അങ്ങനെ ഫൈനലി നമ്മളെന്തായി, നമ്മുടെ കല്ലൊക്കെ വിരിച്ച് കഴിഞ്ഞതിന് ശേഷം ആർട്ടിഫിഷ്യൽ ഗ്രാസ് നമ്മൾ കൊടുത്തും. സിംഗിൾ ലൈൻ ഈ ഭാഗത്തും ഫ്രണ്ടിൽ എല്ലാ ഭാഗത്തും പുല്ല് വിരിച്ചു. അതിൻ്റെ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ നമ്മൾ പ്ലാന്റ്സുകൾ കുറച്ചുകൂടി വെക്കാനുണ്ട്. അപ്പോൾ കുറച്ച് പ്ലാന്റ്സുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാ വർക്കുകളും നമ്മൾ കല്ലുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും കഴിഞ്ഞു. അതുപോലെ പുല്ലിൻ്റെ വർക്കുകൾ കഴിഞ്ഞു. ഇച്ചിരി പുല്ലൊന്ന് ക്ലിയർ ആയിട്ട് വരാനുണ്ട്, അതിന് സമയം എടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ഒരു സിറ്റുവേഷൻ. കണ്ടില്ലേ, ഈ രൂപത്തിലാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകൾ മനോഹരമാക്കി ചെയ്യാം. ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ മതി. ഇപ്പോൾ ഈ പുല്ല് നമ്മളൊന്ന് റീവാഷ് ചെയ്യാണ്, കാരണം ഇവിടെ തേപ്പ് പണിയൊക്കെ ഉണ്ടാവുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീടിനെ മനോഹരമാക്കാം. ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ മതി. തീർച്ചയായിട്ടും ഞങ്ങളൊന്ന് വളരെ മനോഹരമായി നിങ്ങളുടെ വീട്ടുമുറ്റവും പരിസരവും വൃത്തിയാക്കി തരുന്നതായിരിക്കും. കല്ല് വിരിച്ച്, പുല്ല് വിരിച്ച്, ചെടികൾ വിരിച്ച് അടിപൊളിയാക്കി തരുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടുക. അഗ്രജൈവ ലാൻഡ്സ്കേപ്സ്. താങ്ക് യു.